പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പുതുക്കോടെന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ പരിധിയിൽ 15-ാം വാർഡിൽ ദേവകി അമ്മ എന്ന 65 വയസ്സുള്ള ഒരമ്മയുടെ വീഡിയോസുമായാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നത്. അതായത് 25 വർഷം പഞ്ചായത്തുകളിൽ അപേക്ഷ കൊടുക്കുകയും ഒരു വീടിന് വേണ്ടിയിട്ട് ആ അപേക്ഷ സ്വീകരിച്ച് വീട് കിട്ടാണ്ട് അമ്മ വളരെ മാനസികമായി തകർന്ന് ചെറിയ മെൻ്റൽ പ്രോബ്ലം വരെ അമ്മയ്ക്ക് നേരിട്ടിരിക്കുന്നത്. 4 പെമ്മക്കളാണ് അമ്മയ്ക്കുള്ളത്. ആ 4 പെമ്മക്കളെ മുമ്പിലും അമ്മ പോവാണ്ട് അവരുടെ ചെറിയ സഹായങ്ങൾ മാത്രം കിട്ടിക്കൊണ്ട് ആ അമ്മയുടെ പെൻഷനും മറ്റു കാര്യങ്ങളുമായിട്ട് അമ്മ ഈ കൊച്ചു ഭവനത്തിൽ, അതായത് ഒരു ഒറ്റ മുറിയിൽ കഴിഞ്ഞുകൂടുകയാണ്. കാരണം ഒരാൺമക്കളില്ല. ഭർത്താവ് മരിച്ചിട്ട് 5 വർഷത്തോളമായി. ഒറ്റയ്ക്ക് വീട്ടിൽ ഒരു വീട് സ്വപ്നം കണ്ട് അമ്മ മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ കിടന്ന് മരിക്കണം എന്ന് മാത്രമാണ്, ആ ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ അമ്മ നിരവധി പ്രാവശ്യം കളക്ടർക്ക് പരാതി കൊടുക്കുകയും പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്ത് അധികൃതർ വന്ന് നോക്കി അവർക്കൊരു വീട് കിട്ടുന്നില്ല. ആ വീട് അമ്മയുടെ ഒരു സ്വപ്നമാണ്. കാണുന്ന പ്രേക്ഷകരും അതേ കണക്ക് സംഘടന പ്രവർത്തകരോ അതുപോലെ പഞ്ചായത്ത് അധികൃതരോ മേലധികാരികളോ ഇത് കണ്ട് ഈ അമ്മയ്ക്ക് ഒരു മുറി നിർമ്മിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ചെയ്യുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകരെ നമുക്ക് ആ അമ്മയുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നറിയാം. അമ്മയുടെ പേരെന്താണ്? ദേവകി അമ്മ. ഇവിടെ എത്ര വർഷമായി അമ്മ ജീവിക്കാൻ തുടങ്ങിയിട്ട്? 65 വർഷമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങി. 65 വർഷമായി. ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 5 വർഷമായി. അമ്മയ്ക്ക് എത്ര മക്കളാണുള്ളത്? 4 മക്കളാണ് ഉള്ളത്. പക്ഷെ എനിക്ക് ആ മക്കളില്ല, മരുമക്കൾ എനിക്ക് ചൊവ്വില്ല, അവരുടെ ഉമ്മർത്ത് പോയി. അതുകൊണ്ട് എനിക്ക് മനസ്സിനാകെ ഒരു വിഷമമാണ്. എനിക്ക് വീടില്ലാണ്ട് കിടന്ന് മരിക്കാൻ ഒരു വീടില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഈ വീട്, ഈ കട്ടപ്പുര എത്ര കാലമായി അമ്മയുടെ ഈ വീട് പൊട്ടി വീഴുന്നിട്ട്? 2 വർഷമായി. 2 വർഷം. കഴിഞ്ഞ മഴയ്ക്കാണ് പൊട്ടി എല്ലാം തകർന്നത് അല്ലേ? തകർന്നതിന് ശേഷം ഇത് ആരാ ഈ കുടില് വെച്ചത്? എന്റെ മക്കള് അതൊന്ന് കട്ട പെറുക്കി എടുത്തിട്ട് അതിൽ നിന്ന് കട്ട പെറുക്കിയിട്ട് കെട്ടി തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മള് പഞ്ചായത്തിലെ അപേക്ഷയൊക്കെ കൊടുത്തായിരുന്നു അമ്മയ്ക്ക്? പഞ്ചായത്തില് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ കൊടുത്തിട്ട് 6 വർഷമായി. അവര് പറയുന്നത് ഫണ്ടില്ല എന്നാണ്. ഇപ്പൊ കളക്ടർക്ക് എപ്പോഴാണ് അമ്മ പരാതി കൊടുത്തത്? പരാതി കൊടുത്തിട്ട് 6 മാസമായി. ഇതുവരെ ആരും വന്ന് അന്വേഷിക്കുകയും ചെയ്തില്ല. ഈ 25 വർഷമായിട്ട് വീട്ടിന് വേണ്ടി അമ്മ നിരവധി സ്ഥലങ്ങളിൽ പോവാറുണ്ട് അല്ലേ? നിരവധി പോവാറുണ്ട്. പഞ്ചായത്തിലൊക്കെ നിരവധി പ്രാവശ്യം അപേക്ഷ കൊടുക്കാറുണ്ട് അല്ലേ? അത് ശരി. വളരെ ബുദ്ധിമുട്ടിലാണ് അമ്മ. എങ്ങനെ ഇവിടെ കഴിയുന്നത്? ഒറ്റയ്ക്കാണ് ഇവിടെ കഴിയുന്നത്? ഒറ്റയ്ക്കാണ് കഴിയുന്നത്. പെൻഷൻ കിട്ടിയ കാശ് പിന്നെ പോരാത്ത എനിക്ക് മരുന്ന് വേണം. വാദത്തിന്റെ അസ്വസ്ഥതയുണ്ട്. ഇപ്പൊ മനസ്സ് വിട്ട് മെന്റലിന്റെ മരുന്നും കൂടി കഴിച്ചിട്ട് വരികയാണ്. അതെ, മെന്റലായി അല്ലേ? മനസ്സിനായിട്ട് എന്താണ്? വീടില്ലാത്തോണ്ടാണ്? വീടില്ല, എനിക്ക് മക്കളുമില്ല, വീടില്ല. ആദ്യം പോയി 5 വർഷമായി. ഭർത്താവുള്ള ഒരു തണലായിരുന്നു, അതുമില്ല. അതെ. എന്താ പ്രേക്ഷകരെ കേൾക്കുന്നില്ലേ? തീർച്ചയായിട്ടും അമ്മയെ നിങ്ങൾ കൈവിടരുത്. കാരണം നമ്മളൊക്കെ എത്രയൊക്കെ പാട്ടുകൾ കേട്ടാലും നമ്മുടെ അമ്മ പാടി ഉറക്കുന്ന ആ ഒരു ഈണമുണ്ടല്ലോ, അതായത് നമ്മൾ ഉറങ്ങിപ്പോവും, നമ്മൾ ലോകത്തെ പോലും മറന്നുപോകും. ആ ഒരു അമ്മ ഇവിടെ അവസ്ഥ. നിങ്ങൾക്കും അമ്മമാരുണ്ട്, കുടുംബമുണ്ടെങ്കിൽ ഈ അമ്മയുടെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ സംഘടനകൾ ഇത് കണ്ട് സംഘടന പ്രവർത്തകരോ നമ്മുടെ മേലധികാരികളോ പഞ്ചായത്ത് അധികാരികളോ ഒക്കെ ഇതിനു വേണ്ടി ഈ അമ്മയെ സഹായിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ വീട്ടിൻ്റെ അവസ്ഥകൾ വളരെ മോശമായ അവസ്ഥയാണ്. കണ്ടില്ലേ? ഒരു റൂമിൻ്റെ ഉള്ളിൽ അമ്മ ആ പാത്രങ്ങളും വളരെ ഇതായിട്ടാണ് അമ്മയുടെ ജീവിതം. ഒറ്റ റൂമിൽ കഴിഞ്ഞു കൂടുകയാണ്. കണ്ടില്ലേ? ഭയങ്കര കഷ്ടമായൊരവസ്ഥയാണ്. പ്രേക്ഷകരെ കൈവിടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്മയെ സഹായിക്കണം. നിങ്ങൾക്കും അമ്മമാരുണ്ട്. ആ നിങ്ങളുടെ അമ്മമാരെയും മാതാപിതാക്കളെയും സഹായിക്കുന്നവരാണെങ്കിൽ ഈ അമ്മയുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് ആ അമ്മയ്ക്കൊരു ഒറ്റ റൂമുള്ള ഭവനം നിർമ്മിച്ചു കൊടുക്കും. നിങ്ങൾ അവരെ സഹായിക്കുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയോട് പ്രേക്ഷകരെ, മഹേഷ് വടക്കഞ്ചേരി അടുത്ത വീഡിയോസായിട്ട് വരും. ഞാൻ എത്തുന്നു. നമ്മുടെ ക്യാമറമാൻ നെമ്മാറ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.